ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം നീറ്റ് 2026 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് +2 ബോട്ടണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ബയോടെക്നോളജി 1 and 2. ബയോടെക്നോളജി 1 and 2 എന്ന് പറയുമ്പോൾ മക്കൾക്കറിയാം, ബയോടെക്നോളജി 1 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആണ്, ബയോടെക്നോളജി 2 ആപ്ലിക്കേഷൻസ്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ ഈ ചാപ്റ്റേഴ്സിന്റെ ഒരു ക്വിക്ക് റിവിഷൻ കൂടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മക്കൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കറക്റ്റ് ഓർഡർ ഇൻ rDNA ടെക്നോളജി. റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സീക്വൻസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ മക്കൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓപ്ഷൻ 2 ഐസൊലേഷൻ. ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്യുന്നു. ദെൻ കട്ടിംഗ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ ആണ്. റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രാഗ്മെന്റ്സിന്റെ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ, അല്ലേ? അഗാരൂസ് ജെൽ ഇലക്ട്രോഫോറസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമുക്ക് വെക്ടറിൽ കട്ട് ചെയ്യണം, അല്ലേ? ഐസൊലേറ്റ് ചെയ്യുന്ന ജീൻ നമ്മൾ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലിഗേഷൻ എന്ന് പറയുന്നത് ലൈഗേസ് എൻസൈം ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് rDNA, റീകോമ്പിനന്റ് DNA കിട്ടുന്നു. വെക്ടർ പ്ലസ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അല്ലേ? അങ്ങനെ അത് ബാക്ടീരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ 2 ഐസൊലേഷൻ, കട്ടിംഗ്, ലിഗേഷൻ ആൻഡ് ഫൈനലി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ബാക്ടീരിയ, അല്ലേ? നമ്മളൊരു ഹോസ്റ്റ് ചൂസ് ചെയ്യും. നമുക്കറിയാം, ഫസ്റ്റ് rDNA പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിരുന്ന ഹോസ്റ്റ് ഏതായിരുന്നു? കൊളയായിരുന്നു, എച്ചറീഷ്യ കൊളയായിരുന്നു, അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് rDNA വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദി ഇയർ. റീകോമ്പിനന്റ് DNA വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദി ഇയർ. ഏത് വർഷമാണ്? 1972. മക്കളെ ശ്രദ്ധിക്കണേ, 1972. ആരാണ്? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. ആരാണ്? ഹെർബർട്ട് ബോയർ ആൻഡ് സ്റ്റാൻലി കോഹൻ. ഇനി ഓപ്ഷനിൽ ബാക്കി കൊടുത്തിരിക്കുന്നത് നോക്കുക. 1983. ഈ ഇയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ബയോടെക്നോളജിയിൽ? 1983. യെസ്, മക്കളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. എലി ലില്ലി, അല്ലേ? എലി ലില്ലി ഫസ്റ്റ് റീകോമ്പിനന്റ് പ്രോട്ടീൻ ഇൻസുലിൻ, ഹ്യൂമൻ ഇൻസുലിൻ മാനുഫാക്ചർ ചെയ്ത വർഷമാണ് ഏത്? 1983 എന്ന് പറയുന്നത്. അതേപോലെ 1963 ബയോടെക്നോളജിയിൽ എന്താണ് 1963 എന്ന ഇയറിന്റെ ഇമ്പോർട്ടൻസ്? ഇയറിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ ഐസൊലേഷൻ വരുന്നത്, അല്ലേ? 2 enzymes responsible for restricting the growth of bacteriophage in bacteria were isolated, അല്ലേ? That is in 1963. Then 1990യുടെ ഇമ്പോർട്ടൻസ് മക്കളുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ടാവും. എന്താണ്? ജീൻ തെറാപ്പി. 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജീൻ തെറാപ്പി ചെയ്ത വർഷമാണ് ഇത് 1990 എന്ന് പറയുന്നത്. മക്കളെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പൊ നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. First discovered restriction endonuclease that always cut DNA molecule at a particular point by recognizing specific sequence of 6 base pairs. മക്കളെ, ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒന്ന്, ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഏതാണ്? ആ ക്വസ്റ്റ്യൻ അത്രമാത്രം ചോദിച്ചാലും നമുക്ക് ആൻസർ ആയി ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഒന്നും പറയാനില്ല. ഏതാണ്? ഹിൻഡ് 2 ആണ്, അല്ലെ? HIND2 ഹിൻഡ് 2 ആണ്. ഇനി ഇതിനെ ബേസ് ചെയ്ത് മറ്റൊരു ക്വസ്റ്റ്യനും ചോദിക്കാവുന്നതാണ്. ആ പോയിന്റ് ആണ് രണ്ടാമത്തെ കാര്യം. എന്താണ്? ദേ കട്ട് സീക്വൻസ് ഓഫ് 6 ബേസ് പെയേഴ്സ്. ഹിൻഡ് 2 എവിടെയാണ് കട്ട് ചെയ്യുന്ന? DNA-യിൽ സ്പെസിഫിക് സീക്വൻസ് ഓഫ് 6 ബേസ് പെയേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനകത്ത് ഒരു ചോദ്യം കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ 2 ചോദ്യങ്ങൾ നമുക്ക് അവിടെ കിട്ടി. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. റെസ്ട്രിക്ഷൻ, നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്നൊക്കെ പറയും. ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റെസ്ട്രിക്റ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയോഫേജ്. റെസ്ട്രിക്ഷൻ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയയാണ്. ബാക്ടീരിയയുടെ ബോഡിയിൽ ബാക്ടീരിയോഫേജിന്റെ ഗ്രോത്ത് എന്ന് വെച്ചാൽ വൈറസിന്റെ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ, ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത്. സോ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ 3, അല്ലേ? നിങ്ങൾക്ക് കിട്ടിക്കാണും. That is prevention of the multiplication of bacteriophage in bacteria. Otherwise we can say that restricting the growth of bacteriophage in bacteria എന്നും നമുക്ക് പറയാം. അതാണ് ഓപ്ഷൻ 3 എന്ന് പറയുന്നത്. Then അഞ്ചാമത്തെ ചോദ്യം, which enzyme is used to cut the following sequence? മക്കളെ, ആ സീക്വൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. NCERT എക്സാമ്പിൾ തന്നിട്ടുള്ള ഒരേ ഒരു സീക്വൻസ് ആണിത്. റെക്കഗ്നിഷൻ സീക്വൻസിൽ ഈ സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട്.
മുകളിൽ വായിച്ചു നോക്കൂ അല്ലേ, നമുക്കറിയാവുന്ന ഫെമിലിയർ ആണത്. 5' to 3' GAATTC ആണ്. താഴത്തെ സീക്വൻസിലും 5' to 3' വായിക്കൂ, അപ്പോൾ GAATTC ആണ്. എന്ന് വെച്ചാൽ അതെന്താണ്? യെസ്, നിങ്ങളുടെ മനസ്സിൽ വന്നു ആ വാക്ക് എന്താണ്? പാലിൻഡ്രോം ആണ് അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് ഒരേപോലെ നമുക്ക് റീഡ് ചെയ്യാം, ശരിയല്ലേ? പാലിൻഡ്രോം ആണ്. അപ്പോൾ ഇത് ഏത് എൻസൈമിന്റെ സീക്വൻസ് ആണ്? ഏത് എൻസൈമാണ്? ഇക്കോ R1, ഓപ്ഷൻ 1 ഇക്കോ R1. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ കിട്ടി. ഒന്ന്, ഇക്കോ R1 എൻസൈമിന്റെ പാലിൻഡ്രോമിക് സീക്വൻസ് ഏതാണ് അല്ലേ. രണ്ടാമത്തത്, പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇൻ എ മിക്സ്ചർ DNA ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ്, DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലെങ്ത് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ടെക്നിക് ഉപയോഗിച്ചിട്ടാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ മക്കളെ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 തന്നെ വരാം. ഏതാണ്? ഇലക്ട്രോഫോറസിസ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ NCERT ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ആ ഏജ് ആണ് അല്ലേ. അഗാരൂസ് ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ് കൂടെയുണ്ട്. എന്താണത്? ഇൻ എ മിക്സ്ചർ DNA ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോഫോറസിസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ? ബേസ്ഡ് ഓൺ, യെസ്, നിങ്ങളുടെ മനസ്സിൽ വന്നു എന്താണ്? ബേസ്ഡ് ഓൺ സൈസ് അല്ലേ. സൈസ് അനുസരിച്ചാണ് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അപ്പോൾ എക്സ്പോഷർ ടു UV റേഡിയേഷൻ DNA സ്റ്റെയിൻഡ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ് വിൽ ഷോ. മക്കളെ, ഏത് കളറിലാണ് നമ്മളത് വിസിബിൾ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കളറിലാണ്? ബ്രൈറ്റ് ഓറഞ്ച് കളർ. ബ്രൈറ്റ് ഓറഞ്ച് കളർ. ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിനകത്ത് 3 പോയിന്റുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഒന്ന്, DNA വിസിബിൾ ആവാൻ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റെയിൻ ഏതാണ്? എത്തിഡിയം ബ്രോമൈഡ്. DNA കാണുന്നത് ഏത് കളറിലാണ്? ബ്രൈറ്റ് ഓറഞ്ച്. ഇനി എക്സ്പോഷർ കൊടുക്കേണ്ടത് നോർമൽ ലൈറ്റ് ആണോ? ഏത് ലൈറ്റ് ആണ്? അത് UV ലൈറ്റ്. സോ ഈ 3 പോയിന്റുകളാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം മക്കളെ. മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദി ഡിസൈർഡ് DNA ടെംപ്ലേറ്റ് ഈസ് കോൾഡ്. അതായത് ഒരു DNA ടെംപ്ലേറ്റിന്റെ കുറേ കോപ്പീസ്, ന്യൂമറസ് കോപ്പീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? യെസ്, നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. ഓപ്ഷൻ 1 അല്ലേ, ക്ലോണിംഗ്. ദാറ്റ് ഈസ് നോൺ ആസ് ക്ലോണിംഗ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജീൻ ആണ് നമ്മൾ ക്ലോൺ ചെയ്യും. നമ്മൾ അതിനെ ജീൻ ക്ലോണിംഗ് എന്ന് വിളിക്കും അല്ലേ. ജീൻ ക്ലോണിംഗ് എന്ന് വിളിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. മക്കളെ, വെക്ടേഴ്സ് അല്ലെ, ക്ലോണിംഗ് വെക്ടേഴ്സ്, ബാക്ടീരിയോഫേജ്, പ്ലാസ്മിഡ് ഒക്കെ ഉണ്ടല്ലോ, ആ ഏരിയയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, എനി DNA linked to origin of replication can replicate in host. ശരിയല്ലേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മക്കളെ, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? വെക്ടേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഏതാണ്? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് എ ക്ലോണിംഗ് വെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് കൊടുക്കേണ്ട പോയിന്റ് ആണ് ഏത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെൽഫ് റെപ്ലിക്കേഷൻ അല്ലേ. സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. സോ അത് കറക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒരൈ ഈസ് നെസസറി ഓൺലി ഫോർ, തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒന്നും പറയാനില്ല. മൂന്നാമത്തത്, കോപ്പി നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ഒറൈ. യെസ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് എന്ത്? ഇറ്റ് കൺട്രോൾസ് ദ കോപ്പി നമ്പർ അല്ലേ. എത്രത്തോളം കോപ്പീസ് ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നതും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ 2 ഫംഗ്ഷനുകളാണ് മക്കളെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ, തെറ്റാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ എന്താണ്? അത് നമുക്കറിയാം. അത് ക്ലോണിംഗ് വെക്ടറിന്റെ വേറൊരു ഫീച്ചർ ആണ്. ഏതാണത്? സെലക്ടബിൾ മാർക്കർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഏതൊക്കെയാണ് ശരി? 1 ശരിയാണ്, 3 ശരിയാണ്. സോ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 is the right answer അല്ലേ. ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അല്ലേ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റുകളുടെ ക്വസ്റ്റ്യൻ മക്കൾ പാറ്റേണിൽ കണ്ടിട്ടുണ്ട്. പുതിയ പാറ്റേണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബയോടെക്നോളജി ചാപ്റ്ററിൽ നിന്ന്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. വിച്ച് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് സെലക്ടബിൾ മാർക്കർ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. സെലക്ടബിൾ മാർക്കറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സെലക്ടബിൾ മാർക്കറിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് സ്ലൈഡിൽ, യെസ്, നിങ്ങളുടെ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏതാണ് പ്രോപ്പർട്ടി അല്ലാത്തത്? കൺട്രോൾസ് DNA റെപ്ലിക്കേഷൻ അല്ലേ. കാരണം DNA റെപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത് സെലക്ടബിൾ മാർക്കർ അല്ല. അതാരാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് അല്ലേ. റൈസ് സൈറ്റ് ആണ് DNA റെപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നോക്കും മക്കളെ. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ശരിയല്ലേ. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ആണ് നമ്മൾ സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഉപയോഗിക്കുന്നത്, ശരിയല്ലേ. ഇനി ഐഡന്റിഫിക്കേഷൻ, യെസ്, സെലക്ടബിൾ മാർക്കറിന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണത്, വേറൊരു പോയിന്റ് ആണത്. സെലക്ടബിൾ മാർക്കറിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് അതാണ്. എന്താണ്? ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ട്രാൻസ്ഫോർമെൻസിനെയും നോൺ ട്രാൻസ്ഫോർമെൻസിനെയും. ഏതിനെ എലിമിനേറ്റ് ചെയ്യണം?
നോൺ ട്രാൻസ്ഫോർമൻസിനെ എലിമിനേറ്റ് ചെയ്യണം. ഏതിൻ്റെ ഗ്രോത്ത് മാത്രം അനുവദിക്കണം? ട്രാൻസ്ഫോർമൻസിൻ്റെ ഗ്രോത്ത് മാത്രം അനുവദിക്കണം. ശരിയല്ലേ? അത് മാത്രം ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ടബിൾ മാർക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അതിനുള്ള കോൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി ഈ സെലക്ടബിൾ മാർക്കറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വേറൊരു പോയിന്റ് കൂടെ ഓർക്കേണ്ടതുണ്ട് അല്ലേ? നമ്മുടെ PBR 322 2 സെലക്ടബിൾ മാർക്കറാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത് NCERT അല്ലേ മക്കളെ? മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ടാവും. ഏതൊക്കെയാണത്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? 2 ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. സോ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ആണ് നമ്മൾ സെലക്ടബിൾ മാർക്കർ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ആ ഒരു പോയിന്റും അനദർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഒക്കേഴ്സ് വെൻ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനാക്റ്റീവ് ആവുന്നു അല്ലേ? അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഒക്കേഴ്സ് വെൻ. മക്കളെ, ഈ ഒരു ടൈറ്റിൽ നമ്മൾ കാണുന്നത് ബീറ്റാ ഗലാക്ടോസിഡേസ് ഓർക്കുന്നുണ്ടാവും അല്ലേ? ബീറ്റാ ഗലാക്ടോസിഡേസിന്റെ കോഡിംഗ് സീക്വൻസിൽ എന്ന് വെച്ചാൽ ഏത് ജീനാണ്? ലാക്ക് സെഡ് ജീനാണ്. അവിടത്തേക്ക് നമ്മളൊരു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ആ ജീൻ ഡിസ്റപ്റ്റഡ്. അതാണത്, ഫോറിൻ DNA ഡിസ്റപ്റ്റ്സ് എ ജീൻ. ബീറ്റാ ഗലാക്ടോസിഡേസിന് കോഡ് ചെയ്യുന്ന ജീൻ ഡിസ്റപ്റ്റഡ് ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കില്ല? ബീറ്റാ ഗലാക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ കെമിക്കലുമായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കില്ല, അങ്ങനെ കളർ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അല്ലെ? ബ്ലൂ വൈറ്റ് കോളനീസ് ഒക്കെ മക്കൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ DNA ഡിസ്റപ്റ്റ്സ് എ ജീൻ അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. വെക്ടേഴ്സ്. TI പ്ലാസ്മിഡ്. TI പ്ലാസ്മിഡ് ഇസ് മോഡിഫൈഡ് ഫോർ ജീൻ ക്ലോണിംഗ്. മക്കളെ, TI പ്ലാസ്മിഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് TI പ്ലാസ്മിഡ്? ട്യൂമർ അല്ലെ? ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ്. കൂടുതൽ പറയേണ്ട കാര്യമില്ല. മക്കൾക്കറിയാം ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയയിലാണുള്ളത്? അഗ്രോ ബാക്ടീരിയത്തിലാണ് അല്ലേ? അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് മനസ്സിൽ വരുന്നുണ്ടാവും, ഉറപ്പാണ്. അഗ്രോ ബാക്ടീരിയം ഇൻഫെക്ട്സ് മോണോകോട്സ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തെറ്റല്ലേ മക്കളെ? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമുക്കറിയാം അഗ്രോ ബാക്ടീരിയം ഇൻഫെക്ട്സ് ഡൈക്കോട്സ്. മോണോകോട്ടിനെ അല്ല ഇൻഫെക്ട് ചെയ്യുന്നത്. ഏതിനെയാണ്? ഡൈക്കോട്ടിനെയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ TI പ്ലാസ്മിഡിന്റെ ഒരു സ്പെസിഫിക് റീജിയൻ ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? tDNA എന്ന് പറയുന്നത്. tDNA ഇന്റഗ്രേറ്റ്സ് ഇൻ ടു പ്ലാന്റ് ജീനോം. ശരിയാണ്, ട്രാൻസ്ഫർ DNA. tDNA ഇന്റഗ്രേറ്റ്സ് ഇൻ ടു പ്ലാന്റ് ജീനോം. കറക്റ്റ് ആണ്. ദെൻ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, TI പ്ലാസ്മിഡ് കോസസ് ട്യൂമർ ഫോർമേഷൻ നാച്ചുറലി. യെസ്, നാച്ചുറലി ട്യൂമർ കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. നമ്മൾ ബയോടെക്നോളജിക്ക് വേണ്ടിയിട്ട് അതിന്റെ ട്യൂമർ കോസിങ് അല്ലേ, ആ പാത്തോജെനിസിറ്റി നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ ഒരു വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് മോഡിഫൈഡ് എന്ന് തുടക്കത്തിൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കൂ മക്കളെ, 1 ശരിയാണ്, 2 ശരിയാണ്, 4 ശരിയാണ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഇതിന് ഈക്വലന്റ് ആയിട്ട് ഇതിപ്പോ പ്ലാന്റ് കിങ്ഡത്തിലാണ് ഏത്? TI പ്ലാസ്മിഡ്. ഇതിന് ഈക്വലന്റ് ആയിട്ട് അനിമൽ കിങ്ഡത്തിൽ ഒരു വെക്ടർ ഉണ്ടെന്ന് നമുക്കറിയാം. ഏതാണത്? റിട്രോ വൈറസ് അല്ലെ? റിട്രോ വൈറസ് ആണ് വെക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. ഇൻ ജീൻ ഗൺ മെത്തേഡ്. ജീൻ ഗൺ മെത്തേഡിനെ നമുക്ക് വേറൊരു പേരിൽ വിളിക്കാമല്ലോ, മനസ്സിൽ വരുന്നുണ്ടാവും നിങ്ങളുടെ. ഏതാണ്? ബയോളിസ്റ്റിക്സ് മെത്തേഡ് അല്ലേ? ബയോളിസ്റ്റിക്സ് മെത്തേഡ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ഏലിയൻ DNA ഇൻ ടു ഹോസ്റ്റ് സെൽസ്. മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഡാഷ് മെറ്റൽ ആർ യൂസ്ഡ്. ഏത് മെറ്റൽ ആണ് മക്കളെ യൂസ് ചെയ്യുന്നത്? ക്ലിയർ ആണ്, ഒരു സംശയമില്ല. ഏതാണ്? ഗോൾഡ് ഓർ ടങ്സ്റ്റൺ അല്ലെ? ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 പോയിന്റ് ആയി. ഒന്ന്, ഈ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് DNA ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് ഓർഗാനിസത്തിലോട്ടാണ്? പ്ലാന്റ്സിലോട്ടാണ് അല്ലെ? 2, ഏത് മെറ്റൽ ആണ്? മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് വിച്ച് മെറ്റൽ ആർ യൂസ്ഡ്? ഗോൾഡ് ഓർ ടങ്സ്റ്റൺ അല്ലെ? അങ്ങനെ 2 കോൺസെപ്റ്റുകൾ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്ലൈഡ്, ഐഡന്റിഫൈ ദ കറക്റ്റ്. ഒരു മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് പേയേഴ്സ് ആണ്. കറക്റ്റ് മാച്ചസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന പാരഗ്രാഫിൽ ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോക്കൂ, ലൈസോസൈം. ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യാൻ ബാക്ടീരിയൽ സെൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെൽ ലൈസിസ്, ബ്രേക്ക് ചെയ്യണം. അതിനുപയോഗിക്കുന്ന എൻസൈമാണ് ഇത്? ലൈസോസൈം. ശരിയല്ലേ? ശരിയാണ്. രണ്ടാമത്തത് പ്ലാന്റ് സെൽ. മക്കൾക്കറിയാം സെല്ലുലോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സെൽ വാൾ. അത് ബ്രേക്ക് ചെയ്യാൻ ഏത് വേണം? സെല്ലുലേസ് വേണം. കറക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ദെൻ ഫംഗസ്. ഒരു സംശയം ഉണ്ടാവില്ല, ഫംഗൽ സെൽ വാൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് അത് തന്നെ കൈറ്റിൻ ആണ്. അപ്പോൾ കൈറ്റിനേസ്. അപ്പോൾ 3ഉം ശരിയാണ്. 1, 2, 3 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 3. യെസ്, ഒന്നും പറയാനില്ല, ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് PCR? PCR ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആണ്. മക്കൾ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഡീനേച്ചുറേഷൻ ആണ്. സെക്കൻഡ് അനീലിംഗ് ആണ്. തേർഡ് എക്സ്റ്റൻഷൻ ആണ്. ഇതിൽ ഹൈ ടെമ്പറേച്ചർ ആവശ്യമുള്ള വെരി ഹൈ ടെമ്പറേച്ചർ അല്ലേ, വെരി ഹൈ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും മക്കളുടെ മനസ്സിൽ ആൻസർ വരും. ഏതാണ്? അതും ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഡീനേച്ചുറേഷൻ ആണ് അല്ലേ. നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, DNA സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ഇൻസെക്ട് റെസിസ്റ്റന്റ് ട്രാൻസ്ജനിക് കോട്ടൺ ബയോടെക് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. BT കോട്ടൺ, ചുരുക്കി പറഞ്ഞാൽ BT കോട്ടൺ അല്ലേ അത്? BT കോട്ടൺ ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻസേർട്ടിങ് എ പീസ് ഓഫ് DNA ഫ്രം. മക്കളെ BT കോട്ടൺ ആണ്. BT കോട്ടൺ എന്ന് പറയുന്നതിലെ BT എന്താണ്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ആണ്. അതൊരു ബാക്ടീരിയമാണ്, നമുക്കറിയാം അല്ലേ. അതിനകത്ത് നിന്നാണ് നമ്മൾ ക്രൈജീൻ എന്ന് പറയുമ്പോൾ ക്ലിയർ ആണ് ഓപ്ഷൻ 2. ഏത് ബാക്ടീരിയമാണ്? ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ആണ്. ഇതേ BT കോട്ടണുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കൂ മക്കളെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, പ്രോട്ടീൻ എൻകോഡഡ് ബൈ ജീൻസ് CRY1AC CRY2AB കൺട്രോൾ കോട്ടൺ ബോൾ വേംസ്. കോട്ടൺ ബോൾ വേംസിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ 2 ജീനാണ്. ശരിയല്ലേ? ഒന്നും പറയാനില്ല. പിന്നെ കോൺ ബോറർ ഉണ്ട്, മക്കൾക്കറിയാം അല്ലേ. അത് CRY1AB ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. അപ്പൊ ഇത് ശരിയാണ്. രണ്ടാമത്തത്, BT ടോക്സിൻ ജീൻ ഹാസ് ബീൻ ക്ലോൺഡ് ഫ്രം ദ ബാക്ടീരിയ. യെസ്, ബാസില്ലസ് തുറിഞ്ചിയൻസിസ്. പിന്നെ ബീൻ എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്സ്. ശരിയാണ്, കോട്ടൺ പ്ലാന്റ്സ്. ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ് വിത്തൗട്ട് ദ നീഡ് ഫോർ ഇൻസെക്ടിസൈഡ്. പിന്നെ ഇൻസെക്ടിസൈഡ് ആവശ്യമില്ല അല്ലേ, ആ പ്ലാന്റ് തന്നെ റെസിസ്റ്റന്റ് ആണ്. സോ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. നമുക്ക് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. RNAi. BT കോട്ടൺ കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഇത്. RNA ഇന്റർഫറൻസ്. RNAi ജീൻസ് ആർ സൈലൻസ്ഡ് യൂസിങ്. മക്കളെ നമ്മൾ ഏതാണ് കൊടുക്കുന്നത്? കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ലേ. കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഈസ് യൂസ്ഡ് ടു എന്താണ്? സൈലൻസ് എ ജീൻ. ജീന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ അത് സൈലൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതായത് ജീൻ സൈലൻസിങ് എന്നുകൂടി അതിനെ വിളിക്കാം നമുക്ക്. RNAi ജീൻ സൈലൻസിങ് അല്ലേ. നമുക്ക് റൂട്ട് നോട്ട് നെമാറ്റോഡിന്റെ കാര്യവും ടൊബാക്കോ പ്ലാന്റിന്റെ കാര്യവും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ. അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ശരിയല്ലേ? റൂട്ട് നോട്ട് നെമാറ്റോഡാണ്. ഞാൻ റൂട്ട് നോട്ട് നെമാറ്റോഡ് എന്ന് പറയാൻ കാരണം മെലോയിഡ് ഗൈൻ എന്ന് പറയുന്ന ഈ നെമാറ്റോഡ് ഇൻഫെക്ട് ചെയ്യുന്നത് ഏത് പ്ലാന്റ് പാർട്ടിനെയാണ്? ടൊബാക്കോ പ്ലാന്റിലെ ഏത് പാർട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്? അതിന്റെ റൂട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത് അല്ലേ. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വരും RNAi എന്നൊരു ടൈറ്റിൽ കാണുമ്പോൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് റീകോംബിനന്റ് ഹ്യൂമൻ ഇൻസുലിൻ വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ്. മക്കളെ ഞാൻ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഫസ്റ്റ് റീകോംബിനന്റ് ഹ്യൂമൻ ഇൻസുലിൻ അല്ലേ. ഏത് വർഷമാണ്? എലി ലില്ലി അമേരിക്കൻ കമ്പനി. ഏത് വർഷമാണ്? 1983 ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്തത് ഏത് ഉപയോഗിച്ചിട്ടെന്നാണ് ചോദിക്കുന്നത്. ഏത് ഓർഗാനിസമാണ് ഉപയോഗിച്ചിരുന്നത്? ഈ കൊളയാണ്, എസ്ചെറിഷ്യ കൊളയാണ്. ശരിയല്ലേ? അപ്പോൾ എമംഗ് ദ ഓപ്ഷൻ ഈ കൊളയും തന്നിട്ടില്ല, പക്ഷെ ബാക്ടീരിയ ഉണ്ടല്ലോ. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ടും ഇല്ല, നിങ്ങൾ ശരിയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 20ാമത്തെ ചോദ്യത്തിലോട്ട്. ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ADA ഇൻ ദി ബോഡി എന്ന് വെച്ചാൽ ജീൻ തെറാപ്പിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന എൻസൈം, അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന മെഡിക്കൽ കണ്ടീഷൻ എന്താണ്? മെഡിക്കൽ കണ്ടീഷന്റെ പേര് മക്കൾക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് SCID അല്ലേ. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി. ശരിയല്ലേ? ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ചോദ്യം, ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ADA ഇൻ ദി ബോഡി, ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എവിടെയാണ്? ലിംഫോസൈഡ്സ് അല്ലേ. ലിംഫോസൈഡ്സ് 1990 4 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന ആ കൊച്ചു പെൺകുട്ടിയിൽ എന്താണ് ചെയ്തിരുന്നത്? ലിംഫോസൈഡ്സ് വർ ടേക്കൺ ഔട്ട്. ശരിയല്ലേ? എന്നിട്ട് റിട്രോ വൈറസ് ഉപയോഗിച്ചിട്ട് നമ്മൾ cDNA കൊടുക്കുന്നു. ADA cDNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ശരിയല്ലേ? അങ്ങനെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംഫോസൈറ്റ്സ് ആണ് ആ കുട്ടിയിലോട്ട് എന്ത് ചെയ്യുന്നത്? എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ മക്കളെ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ജീൻ തെറാപ്പി ബേസ്ഡ് ആണ് ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഒരു അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ PCR-നെ ബേസ് ചെയ്തിട്ടാണ്. PCR assertion, PCR is used in early detection of disease. മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന ടൈറ്റിൽ അതിനകത്തുള്ള ഒരു പോയിന്റ് എടുത്തിട്ടാണ് അസേഷൻ റീസൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
PCR is used in early detection of disease. ശരിയല്ലേ മക്കളെ? Now routinely used in AIDS, അതേപോലെ ക്യാൻസർ ആൻഡ് അതർ ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ NCERT പറയുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്. നമ്മൾ മനസ്സിൽ ചോദിക്കണം അസേഷൻ കാണുമ്പോൾ, വൈ? എന്തുകൊണ്ടാണ് ഇത് ഏർലി ഡിറ്റക്ഷന്? ഒരുപക്ഷെ നമ്മളിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ടാവും. എപ്പോഴാണ്? കൊറോണ ടൈമിൽ. ശരിയല്ലേ മക്കളെ? ഓർക്കുന്നില്ലേ? PCR മുന്നിൽ നമ്മൾ ഒരു പേര് കൂടെ ചേർത്തിട്ടാണ് അന്ന് പഠിച്ചത്. യെസ്, നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഏതാണ്? RT-PCR അല്ലേ? RT-PCR. അപ്പോൾ അത് RNA വൈറസ് ആയിരുന്നു, അതുകൊണ്ടാണ് RT-PCR യൂസ് ചെയ്തത്. അപ്പോൾ വൈ എന്ന് ചോദിക്കുകയാണ്. PCR is used in early detection of disease. Why? Because PCR amplifies DNA to detectable levels. ശരിയല്ലേ? DNA ആംപ്ലിഫിക്കേഷൻ ആണ് PCR ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാവുന്ന ലെവലിലോട്ട് എന്താണ് DNA-യുടെ നമ്പർ കൂട്ടുന്നു. ശരിയല്ലേ? എമൗണ്ട് കൂട്ടുന്നു. ശരിയല്ലേ മക്കളെ? അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, ഒന്നും പറയാനില്ല. അസേഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ശ്രദ്ധിക്കണേ മക്കളെ, ഈ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ന് കണ്ടാൽ എപ്പോഴും ഓപ്ഷൻ 1 തന്നെ അത് കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും അങ്ങനെ കൊടുക്കുന്നത്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ, പരിമിതമായ സമയത്തിനുള്ളിൽ കണ്ടത്. അപ്പോൾ മക്കൾ, ഈ വരുന്ന മെയ് 3-ാം തീയതി വരുന്ന നീറ്റ് എക്സാമിൽ ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഫുൾ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.